അപ്പോൾ റൈഡ് പോവാം. അതിന് മുമ്പായിട്ടൊരു മെയിനായ കാര്യമുണ്ട്, അത് പറഞ്ഞിട്ട് ഉടനെ പോകാം. ഒരു 3 മിനിറ്റ് ചെറിയ പ്രൊമോഷൻ എൻ്റെ വാണിയിലെ. ഓക്കെ, അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും എല്ലാം കറക്റ്റായി നടക്കും, ഒരു പ്രശ്നം വരില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അത് നല്ല കാര്യമാണ്, പോസിറ്റീവാണ്. എന്നാലും നമുക്കൊരു തയ്യാറെടുപ്പ് വേണം എപ്പോഴും. ചില സമയത്ത് പെട്ടെന്നായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞത്, ചിലപ്പോൾ ആക്സിഡൻറ്റോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഒരു നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളയക്കണം മൊത്തം പൈസയും അങ്ങ് ചിലവാകും. ചിലപ്പോൾ നമ്മൾ ഫുൾ കടത്തിലായി പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഈസി ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഫുള്ളി ജെന്യൂൻ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. അതായത് ഒരു 100% ക്ലെയിം സെറ്റിൽമെന്റ് റാഷ്യോയിലിരിക്കണം. അപ്പോൾ ഞാൻ വാണിയും ചേർന്ന് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് HDFC ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, പെൻഷൻ സ്കീമുണ്ട്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കുറേ പുതിയ സ്കീമുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയ, ഇന്നത്തെ കാലഘട്ടത്തിൽ യൂസ്ഫുൾ ആയ, ട്രെൻഡിങ്ങിലിരിക്കുന്ന ഒരുപാട് സ്കീമുണ്ട്. എല്ലാം ജെന്യൂൻ ആണ്. അതുമല്ലാതെ നമ്മളെ കമ്പനി ബ്രാൻഡും ആണ്, നമ്മളെ കമ്പനി ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാലഘട്ടം ആയിപ്പോയി. ഇപ്പോൾ നമ്മളെപ്പോലത്തെ മിഡിൽ ക്ലാസ് ആൾക്കാർക്കും സത്യം പറഞ്ഞത് വേണം. അതിനുള്ള പൈസ റെഡിയാക്കി നമ്മൾ എല്ലാ വർഷവും കറക്റ്റ് അടച്ചു പോയി കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് വലിയൊരു തുക നഷ്ടപ്പെടില്ല. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ LAPG കട്ടക്ക് നിൽക്കണം. അപ്പോൾ ചെയിനിലടിച്ച ഓയിലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓയിൽ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഒരു ഉഷാറില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ശരിയായിക്കോളൂ. കയറി സമയം 6:30 മണി കഴിഞ്ഞ്. ദൈവമേ കാത്തോണേ, എല്ലാം നല്ലത് നടക്കണം, നല്ല ഓട്ടം കിട്ടണം. കമൺ ക്വിക്ക്. ടാറ്റാ വശുട്ടി. അല്ല പഠിക്കണം കേട്ടാ. പാല് സവാള ബാക്കിയെല്ലാം വാങ്ങിച്ചല്ലോ. ഓക്കെ, നമ്മൾ നൈശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫേഡ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒരു വിഷയമില്ല. അപ്പോൾ ഇനി വിഷയം വന്നാൽ തന്നെ അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ജീവിതമായ വിഷയം വന്നുകൊണ്ടിരിക്കും. ഓരോ വിഷയം സോൾവ് ചെയ്യും തോറും ഓരോ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ജീവിതവും സത്യം പറഞ്ഞാൽ മനസ്സിലാവുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു വിഷയം സോൾവ് ചെയ്ത ശേഷം അടുത്ത വിഷയം വന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു വിഷയം സോൾവ് ആകാൻ മുമ്പേ അടുത്ത വിഷയം വരുമ്പോൾ എല്ലാം കൂടെ പറ്റില്ല, താങ്ങില്ല. മനസ്സ് അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കണം. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാത്തിനും കാരണം പൈസയാണ് ഉദ്ദേശിച്ചത് അല്ലേ? പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ വിലയില്ല. പൈസയും വലുതാണ്, ബന്ധങ്ങളും വലുതാണ്. രണ്ടും ഒരു ഈക്വലാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പൈസ മാത്രം വെച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് ആരും കാണാതായിപ്പോൾ. എല്ലാവരും ഉണ്ട്, പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ വിഷം പോകണം അല്ലേ? അപ്പോൾ രണ്ട് ഈക്വലായിട്ട് മുന്നേറണം. ഈ പൈസ എന്ന് പറഞ്ഞ സാധനം വേറെ ഒന്നുമില്ല, നമ്മളെ കഴിവാണ്. നമ്മളെ കഴിവുണ്ടെങ്കിൽ, നമുക്ക് നല്ല കഴിവുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? എത്രയല്ലോ ആണെങ്കിൽ മോട്ടിക്കാം, കൊള്ളയടിക്കാം, അടുത്ത ചതിച്ച് പൈസ ഉണ്ടാക്കാം. അത് വേറെ വിഷയം. ആ പൈസ നിൽക്കില്ല നമ്മളെ കയ്യിൽ, മനസ്സിലായി? അത് ശാപമാണ്. അത് എന്നായാലും നമുക്ക് തിരിച്ചടിക്കും. അതിനേക്കാൾ നമ്മൾ ഉണ്ടാക്കിയ പൈസയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചിലവാക്കാം. അതൊന്നും ചെയ്യില്ല. നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മളെ പാരമ്പര്യത്തിനും നല്ലതാണ് അല്ലേ? പാരമ്പര്യം. ഓക്കെ, കറക്റ്റ്. അപ്പോൾ നമ്മൾ സൊമാറ്റോ ആപ്പ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടില്ല, വെയിറ്റിംഗിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, 5 മിനിറ്റ് പൂജ പറഞ്ഞ് നിൽക്കാം. ഓർഡർ അടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പോലെ നേരെ വഴുതേക്കാട് പോകാം. ഓക്കെ, ശരി പോകുന്ന ഓർഡർ അടിക്കണില്ല. നമുക്ക് നേരെ എപ്പോഴും പോലെ വഴുതേക്കാട് പോയി നിൽക്കാം. ചിലപ്പോൾ പോകുന്ന വഴിക്ക് ഓട്ടോമാറ്റിക് ഓർഡർ അടിച്ചുള്ളൂ. വേറെ വിഷയങ്ങളൊന്നുമില്ല അല്ലേ? വിഷയമില്ലെന്ന് പറഞ്ഞ് വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ച് ചുമ്മാ വാങ്ങിച്ചോണ്ട്. ഓക്കെ, സൂക്ഷിച്ച് നല്ല വൈബായിട്ട് വേണം. വേറെ വിഷയമൊന്നുമില്ല. വൈബ് ദാ, ഇത് കൂടുതൽ വൈബ് ദാ. എന്തൊക്കെയോ പറയണ വായി തോന്നിയ പാട്ടുകളൊക്കെ അടിച്ച് വിട്, തള്ളി വിട്. എത്ര തന്നെ ആദ്യം പോയി പെട്രോൾ അടിക്കണം. പെട്രോൾ ഒട്ടുമില്ല വണ്ടിയിൽ. 110 അറിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, നമ്മൾ നൈശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ചുമ്മാ വിഷയമില്ല എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും വിഷയം കേട്ട് മടുത്തുപോയി. എനിക്ക് തന്നെയായിട്ട് മടുത്തുപോയി. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ആയിരിക്കും. നമ്മളെ ആൾക്കാർ അത് വിഷയമൊന്നുമില്ല അല്ലേ? പിന്നെ വിഷയമില്ലേ? അതാണ് ഉർമീസ്. നമ്മളെ ആൾക്കാർക്ക് അതൊന്നും സംഭവമൊന്നുമില്ല. അവർക്ക് നമ്മൾ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കണം 24 മണിക്കൂർ അല്ലേ? എന്നല്ലേ പറയണത് ആൾക്കാർ. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു തുടങ്ങി. ചില സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ വ്ളോഗാണ് സൊമാറ്റോ വ്ളോഗ്. തുടർന്നിട്ട് ഞാൻ പുറടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇടണം. ആഴ്ചയിൽ 2 വീഡിയോ എത്ര അതിനപ്പോൾ ഇടാൻ പാടില്ല. അധികമായാലും അമൃതവും വിഷം എന്ന് പറയും പോലെ എല്ലാമേ ഒരു അളവിന് എടുത്തു കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിരിക്കും. പിന്നെ ഒരു കാര്യം കേട്ടോ, ഓർഡറൊന്നും ഒട്ടുമില്ല, പഴയ പോലെ അല്ല. ഭയങ്കര ശോകം. ഈ ഇടയ്ക്ക് വെക്കേഷൻ സമയത്ത്, മഴ സമയത്തൊക്കെ ഇഷ്ടംപോലെ ഓർഡർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര പോസ്റ്റാണ് എവിടെ പോയാലും. ഏണിങ്സൊക്കെ ഭയങ്കര കുറവ്. ഞാൻ ഇന്നാൾ ഉച്ചയ്ക്ക് ഓടിയപ്പോൾ കിട്ടിയത് 124 രൂപയാണ് 3 മണിക്കൂർ ഓടിയപ്പോൾ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ അല്ലേ? ഒന്ന് മഴ പെയ്താൽ മതി. മഴ പെയ്തപ്പോൾ ഓർഡറൊക്കെ ഇങ്ങനെ വരും. ഇങ്ങനെ മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീരും നോക്കിയൊക്കെ ഇത്ര തന്നെ ചുടക്ക് വീണില്ല. ഒരു മിനിറ്റ്, എന്തോ ഗ്രിപ്പ് കിട്ടണില്ല. പക്ഷേ കുഴപ്പമില്ല, പിന്നെ ആവട്ടെ. അല്ലെങ്കിൽ ഡബ്ബിങ്ങിൽ കൊടുക്കാം സൗണ്ട് അല്ലേ? ഓക്കെ, നൈശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ പാളയത്തല്ലേ? അക്സെപ്റ്റ് ഓർഡർ. സൂപ്പർ. ചില സമയത്തൊക്കെ ഇരുന്ന് ഭയങ്കര പോസ്റ്റാവും. 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറയും. ഇപ്പം കുഴപ്പമില്ല, ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇനി 7 to 10 വരെ നോൺ സ്റ്റോപ്പായിട്ട് ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഏണിങ്സ് കിട്ടും അല്ലേ? തിരക്കില്ല കേട്ടോ. പാർക്കിംഗ് സ്ഥലമുണ്ട്. വിഷയമില്ല. എവിടെ കൊണ്ടാണ് വണ്ടി വയ്ക്കാൻ? അപ്പുറത്ത് കാർ പാർക്കിംഗ് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ബൈക്ക് പാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ വണ്ടി വയ്ക്കാൻ സ്ഥലമുണ്ടോ? ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇവിടെ സ്ഥലമുണ്ട്, പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വണ്ടി എടുക്കാനായിട്ട്. കുഴപ്പമില്ല, വൈ സേഫാണല്ലോ, വേറെ വിഷയമൊന്നുമില്ലല്ലോ.
റീച്ച് ലൊക്കേഷൻ. റെഡി ആയില്ല, 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റെഡിയായി. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും കേട്ടോ. ഏണിങ്സ് കുറയും. എന്ത് ചെയ്യാം, ഇപ്പോൾ പോകണത്തെല്ലാം വെയിറ്റിംഗ് തന്നെ. പണ്ടൊക്കെയാണ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ മതി. ഇപ്പോഴൊക്കെ ഓരോടത്ത് അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടിരിക്കും. 4 ഓർഡർ അരമണിക്കൂറാകുമ്പോൾ 2 മണിക്കൂറാണ് പോകുന്നത്. ശരി ബാ. 0891 ഓർഡർ പിക്ക്ഡ്. നോക്കിയപ്പോൾ പടിയൊക്കെ കൊണ്ട് തെക്ക് വടക്കിന് വീണ് കഴിഞ്ഞാൽ നാണക്കട. ഇപ്പോൾ പെണ്ണുങ്ങളതൊക്കെയാണ്. അപ്പോൾ ഓക്കെ പോന്നാ. മണി ഇപ്പോൾ കറക്റ്റ് 7:20 ആയിട്ടുണ്ട്. ഭയങ്കര ലേറ്റ് കേട്ടോ. ശരി കുഴപ്പമില്ല, നമുക്ക് 4 ഓർഡർ കിട്ടിയാൽ മതി. 4 ഓർഡറിലുള്ള കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ വിഷയമില്ല, വ്ളോഗ് ചെയ്യാം സൂപ്പറായിട്ട്. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് കയറി പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വലിയ ദൂരമാണ്. ഇവിടുന്ന് കറക്റ്റ് 6.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഷവർമയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില കമൻറ്റ്സ് വരാറുണ്ട്, വ്യൂസ് ഇല്ല ബ്രോ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളെ ചാനലിലെ റേഷ്യോ എന്ന് പറയുന്നത് 70% ഷോർട്സിന് ആൾക്കാർ, 30% ലോങ് വീഡിയോ ആൾക്കാർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലോങ് വീഡിയോക്ക് വ്യൂസ് കുറേ കാണിക്കുള്ളൂ. ഷോർട്സ് ഒക്കെയാണ് മില്യൺ വ്യൂസ് പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ പഴയ പോലെ അല്ല, ലോങ് വീഡിയോ കാണാൻ ആർക്ക് സമയമില്ല പഴയ പോലെ. ഇപ്പം എല്ലാവരും മാക്സിമം ഷോർട്സ് ആണ് കാണുന്നത്. അതേപോലെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പാടുള്ള വ്ളോഗ് ലോങ് വീഡിയോ ആണ്. ഷോർട്സ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം, ഒരു ചെറിയൊരു 30 സെക്കൻഡിൽ കാര്യം മതി, അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ലോങ് വീഡിയോ അങ്ങനെയല്ല, ഒരു കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് സ്റ്റോറി വേണം, അത് ഉണ്ടാക്കുന്നത് പാടെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ ചെയ്ത് 10 പേര് എൻഗേജ് ചെയ്യണമെന്ന് പറഞ്ഞ് നിസ്സാര പാടിന്. ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് 1 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10,000 പേര് കണ്ടാലും മതി, സന്തോഷമാണ്. അപ്പോൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർ നല്ലപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഓക്കെ, പിന്നെ നല്ല പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വ്ളോഗ് ഈ ലെവലായിരിക്കില്ല. ഓൾ ഇന്ത്യ സൊമാറ്റോ ട്രിപ്പ് ആണ്. ട്രിവാൻഡ്രത്ത് ഒരു ഓർഡർ എടുത്ത് നമ്മൾ ഡൽഹി കൊണ്ട് കൊടുക്കും. ഡൽഹിയിൽ നിന്ന് അടുത്ത ഓർഡർ എടുത്ത് ലഡാക്കിൽ പോവാം. അങ്ങനെ ഓരോ ഓർഡർ ഇത്ര ലോങ് അടിച്ച് ഓരോ ഓർഡറിന് 30,000 നമ്മൾ വാങ്ങിക്കും അല്ലേ. 30,000 രൂപയ്ക്ക് ആരെങ്കിലും ഓർഡർ ചെയ്യാം ഷവർമയൊക്കെ ട്രിവാൻഡ്രത്ത് നിന്ന്. ചെയ്യിപ്പിക്കണം അല്ലേ. അതാണ് നേരെ പോകണം, റൈറ്റ് പോകണം. അങ്ങേര് റൈറ്റ് തന്നെ പോകണത്. അങ്ങനെ വള്ളക്കടവ് മുട്ടത്തറത്തിലുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയാൽ മതി, ഒരു 500 മീറ്റർ ലൊക്കേഷൻ എത്തും. ഞാനും വരട്ടെ ലാലേ 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 ഓസൈന ഓസൈന. ഇത് ആര് സ്റ്റൈലായിട്ട് പോകണത് മാമ, രക്ഷയില്ല. കണ്ടാ ചുവന്ന ഹെൽമെറ്റ്, നല്ല ലുങ്കി, വൈറ്റ് ഷർട്ട്, വേറെ ലെവൽ കേട്ടോ. അവിടുത്തെ മാസ് ഹീറോ ആയിരിക്കും. ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്, ഇടുങ്ങിയ പാലം. ഇത് കയറാൻ ഒത്തിരി പാടാണ്. അപ്പോൾ അവിടെ നിന്ന് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് ആവും. ഇപ്പോൾ വണ്ടിയൊന്നുമില്ല, പയ്യകാരി പോകാം. എല്ലാം ശിവമയം. എല്ലാം ശിവമയം. മറ്റേ ആരും അറിയാമോ? ശിവൻ ഭയങ്കര ഡേഞ്ചർ ആളാണ്, ഭയങ്കര പവർഫുൾ ആളാണ്, ഭയങ്കര പവർഫുൾ ആണ്. ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ശിവനാണ്. പിന്നെ പാർവതി വന്നു കഴിഞ്ഞാൽ ശിവൻ അങ്ങ് പേടിച്ച് കിടന്നു കൊടുക്കും. എന്തൊക്കെ കേൾക്കണം അല്ലേ. കൊള്ളാട്ടെ, ക്യൂട്ടാണ് ആ പയ്യൻ പറയണത്. ഒരു കോമഡി ആയിരിക്കും. ഓരോരുത്തർ ഓരോ ടാലൻറ്റ്, അത് വെച്ച് അവർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യും. അത്ര തന്നെ. ആ പയ്യൻ കാരണം കുറച്ച് നേരം പോയില്ലേ, ഒരു 30 സെക്കൻഡെങ്കിലും. അത്ര തന്നെ, അത് നോക്കിയാൽ മതി മെയിനായിട്ട്. ഇവിടുന്ന് റൈറ്റിൽ ആ വീടാണ്. ഓക്കെ, ദാറ്റ് ബ്ലൂ ഗേറ്റ്, ടേൺ റൈറ്റ്. ബാക്കിൽ നിന്ന് ഇനി വണ്ടി, നോ വണ്ടി, ക്രോസിങ്. ഇംഗ്ലീഷൊക്കെ അടിച്ച് ഇവിടെ തന്നെ വായി വന്നതൊക്കെ. താനേ റീച്ച് ലൊക്കേഷൻ, കോൾ കസ്റ്റമർ. സൊമാറ്റോ ആണേ. ഞാൻ അവിടെ എത്തിയായിരുന്നു. ഇവിടെ ലൊക്കേഷനിൽ ഇത് ഇവിടെ ഒരു മാവുണ്ടല്ലോ, അവിടെ നിൽക്കുകയാണ്. ഹൗസ് നമ്പർ ഒന്നുമില്ല അല്ലേ. അവിടെയാണോ? ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഫസ്റ്റ് ഓർഡർ ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 61 രൂപ 98 പൈസയാണ്. ഓൾമോസ്റ്റ് 62 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പോകാം, ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. നേരെ ഇങ്ങോട്ട് പോകാൻ മണക്കാട് പോകാം. അവിടെ നിന്ന് അടുത്ത ഓർഡർ വെച്ച് ഇങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കൊട്ടൊക്കെ നിൽക്കണം. വാ സ്പീഡ്. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ദേവി സ്വീറ്റ്സ് ബോളി ആൻഡ് പായസം. അക്സെപ്റ്റ് ഓർഡർ. മണക്കാട് തന്നെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം മണക്കാടാണ്. അഞ്ജലി ബേക്കറി അടുത്ത് നിൽക്കുകയാണ്. ദേവി സ്വീറ്റ്സ് ബോളി അവിടെയാണ്. അത് അപ്പുറത്ത് കേട്ടോ. അവിടെ അത് കട, പുതിയ കട വന്നാ ദേവി സ്വീറ്റ്സ് ആൻഡ് ബോളിയാ. അതോ അവിടെ. ഓക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ ഓർഡർ ഉണ്ടോ? കൊള്ളാലോ. ശരി, സൈഡിൽ വണ്ടി വെച്ച കുഴപ്പമുണ്ടോ? അവിടെ UAEയുടെ ഓഫീസാണ്. സെൽഫി വേറെ വന്നാ. ഇനി ഹെൽമെറ്റ് ഇടണമല്ലോ. ഹെൽമെറ്റ് ഊരാ എടുക്കാൻ പറ്റുമോ സെൽഫി? ഓക്കെ, എടുത്തൊരുമാതിരി കുഴപ്പമില്ലാതെ സബ്മിറ്റ് കൊടുക്കും. നമ്മളെ മോൻ കണ്ടാൽ മതിയില്ലേ, മൂക്കും കണ്ണ് കണ്ടാൽ മതിയില്ല, വേറെ ഒന്നും വേണ്ടല്ലോ. ലൊക്കേഷൻ ഇങ്ങോട്ട് തമ്പാനൂര്, അങ്ങോട്ട് തന്നെ പോകണം. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. സെക്യൂരിറ്റി ആണെങ്കിലും പറയോ? പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വണ്ടി എടുത്ത് മാറ്റും. എത്ര വേറെ വിഷയമൊന്നുമില്ല. ചിക്ക ദേവി സ്വീറ്റ്സ് ഇവിടെ തന്നെ. റെഡി വന്ന് 6225. അത് തന്നെ പറഞ്ഞല്ലോ. ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ, പേടയ്ക്ക് പോലെ ലഡ്ഡു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കസ്റ്റമർ. ലഡ്ഡുല വെച്ച് നട്ടില വെച്ച് ക്രോസ് ചെയ്യാൻ പാടെന്നറിയാമോ? വണ്ടികൾ ഇത്രയും ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം സിറ്റിക്കകത്ത്. അപ്പോൾ നാളെ ക്രോസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നില്ലാണ് ക്രോസ് ചെയ്യിക്കോട്ടെ, ജോലിയാണ്, വരുമാനം. എന്നെ നമ്പിയാണ് കുടുംബം നിൽക്കണം. നിങ്ങളൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് പോകുമായിരുന്നു. നിൽക്കില്ല നിങ്ങൾ, അതാണ് ഇഷ്ടപ്പെടാത്തത്. ഇനിയിപ്പുറത്ത് വണ്ടി ഉണ്ടാ, അവിടെ വണ്ടി വരാൻ. എന്നാലും കുഴപ്പമില്ല, പയ്യെ ക്രോസ് ചെയ്ത് പോവാം. കുഴപ്പമില്ല എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ ആൾക്കാർ കുഴപ്പമില്ലെന്ന് പറയുള്ളൂ. ഒരു കുഴപ്പം പിടിച്ച ആൾക്കാരാണ് നമ്മൾ ആൾക്കാരല്ലേ. ഓക്കെ, വണ്ടി കയറി. ഓർഡർ പിക്ക്ഡ് ഓർഡർ. ഓക്കെ, അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തമ്പാനൂരാണ്. ഇവിടുന്ന് കാരണം 2.6 കിലോമീറ്റർ ദൂരമുണ്ട്. വേറെ റൂട്ടുണ്ട്, അതുവഴി പോയാൽ 3 കിലോമീറ്റർ ആണ്. അതുവഴി പോകാൻ 3 കിലോമീറ്റർ റൂട്ട് എന്ന് പറയുന്നത് കുറച്ച് തിരക്ക് കുറവാണ്. 2.6 ആണെന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് പിടിച്ച് പോയാൽ മതി. നമുക്ക് മെയിൻ റോഡ് പിടിച്ച് തന്നെ പോവാം, വേറെ വിഷയമൊന്നുമില്ല. പുലിയാ
കുക്കുലിപ്പാറൗസേ അങ്ങനെ പാടണം. കറക്റ്റ് കുക്കുലിപ്പാറൗസേ. സ്പീഡിൽ പാടണം, പയ്യല്ല. കുക്കുലിപ്പാറൗസേ എന്നയ്ക്കും കുറയാതെ പൗസേ. നമുക്ക് പാടാറിയാം അല്ലേ, ഹനിയെ പോലെ, അനിരുദ്ധിനെ പോലെ. പിന്നെ വേണ്ട, പാവം ജീവിച്ചിട്ട് പോട്ട് കോമ്പറ്റീഷൻ നമ്മൾ പോകണില്ല. നമുക്ക് നമ്മളെ വ്ളോഗ് നമ്മളെ കേരളത്തിൻ്റെ ആൾക്കാർ മതി അല്ലേ. ഈ ബസ്സിന് ആദ്യം ഓർഡർ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് നിൽക്കേണ്ടത് അവിടെ. അപ്പോൾ ഇതാണ് താരപ്പറമ്പ് ജംഗ്ഷൻ. ഇവിടെ ലെഫ്റ്റ് പോയ താരപ്പറമ്പാണ്. ഫുൾ മൊബൈൽ ഷോപ്പ്, മൊബൈൽ ആക്സസറീസ്, അങ്ങനെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ടെക്നോളജീസ് ഉണ്ട്. പിന്നെ ഗോപറക്കുള്ള ആക്സസറീസും കാണൂല. എന്താ ഇത്, ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇന്നത്തെ ട്രെൻഡിങ്ങിൽ എല്ലാ ഐറ്റവും വേണ്ടേ താരപ്പറമ്പിൽ. ഗോപുര ഐറ്റംസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അന്ന് പോയപ്പോൾ. അതിനുവേണ്ടി നമ്മൾ എറണാകുളത്ത് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ പോകണം, അല്ലെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂരൊക്കെ പോകണം, അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യണം. ഗോപുര പുതിയ ക്യാമറ വാങ്ങിയ കടയൊക്കെ ഉണ്ട്. ഗോപുര സർവീസ് ചെയ്യാൻ കടയില്ല, അതാണ് മെയിൻ വിഷയം. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഏതോ ഗിരിഗേഷ് ലോഡ്ജാണ് കാണിച്ചത്. ലോഡ്ജിലാ ഇവിടെ പോണത്? സുബ്ബയ്യ ലോഡ്ജാ. വേറെ റൂട്ടുണ്ടല്ലോ ഇതുവഴി, നേരെ പോയി മെയിൻ റോഡ് എത്താലോ. ഇതിനെ രാജഗിരീഷ്. ഓക്കെ, ഗിരീഷ് അല്ല. സൊമാറ്റോ ഓർഡർ ചെയ്തു. 107 ലാസ്റ്റാ. ഓക്കെ. രാജഗിരീഷ് ലോഡ്ജ്. ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. ചെരുപ്പിൻ്റെ സൗണ്ട് ഉണ്ടാവും. ഭാഷ അതുപോലെ ബെല്ലില്ലേ. ഹലോ, സൊമാറ്റോ ആണേ. ഓക്കെ എന്നാ ശരിയാണ്. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ഗുരുവായൂരപ്പൻ. അക്സെപ്റ്റ് ഓർഡർ. എല്ലാം ചെറിയ ഓർഡർ ആയിരുന്നു. അടിക്കുന്നത് 60 കിലോമീറ്റർ അടിച്ചാ. 60 6 കിലോമീറ്ററിന് 60 കിട്ടും. ഗുരുവായൂരപ്പൻ ഹോട്ടൽ എവിടെ വരുന്ന അറിയാമോ? ഗാന്ധാരിയമ്മൻ കൊല്ലം അറിയാമോ? അതിനടുത്താണ് പറഞ്ഞത്. മണി ഇപ്പോൾ കറക്റ്റ് 8:10 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഓർഡർ. നമുക്കൊരു 5 ഓർഡർ കിട്ടിയാൽ മതി, ധാരാളം. ഇൻസെൻറ്റീവ് ഒരു 60 അടിക്കും. എല്ലാം കൂടെ ചേർത്തൊരു 400 കെട്ടി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതാണ് കാന്താരിയമ്മൻ കോവിൽ ജംഗ്ഷൻ. ഇത് തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ. അവിടെ പാർക്ക് ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് പാർക്കിംഗ്. തള്ള ഇംഗ്ലീഷ് ഉദ്ദേശിച്ച് അയ്യോ എന്തോ പൂന്തി പോണ്. എൻ്റെ മണ്ണ് ഇപ്പോൾ പൂന്തി പോയനെ മണ്ണിൻ്റെ അകത്ത്. വണ്ടി വീണേ. ദൈവമേ, കാന്താരിയമ്മൻ കോവിൽ അമ്മേ ശരണം. ഓക്കെ, റെഡിയായി ഓർഡർ. ഓക്കെയാണ്. നേരത്തെ പൂന്തി വീഴേണ്ടതാണ്. അപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഗുരുവായൂരമ്പാടി കണ്ണനെ. എവിടെ തന്നെ അതാണ് 5042 കഞ്ഞി ചെമ്പ റൈസ് അല്ലേ. ഓക്കെ, നമ്മളെ നോക്കണം കേട്ടോ ആൾക്കാരൊക്കെ. എനിക്കിത് ശീലിച്ചു പോയി. ആദ്യമൊക്കെ നാണം ഉണ്ടായിരുന്നു നോക്കുമ്പോഴൊക്കെ. നമ്മളെ ജോലി ചെയ്യുന്നു, അവരെ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുമ്പോൾ നാണിക്കാൻ പാടില്ല അല്ലേ. ഇഷ്ടപ്പെട്ട ജോലി കട്ടക്ക് ചെയ്യുക, അത്ര തന്നെ. കമൺ ക്വിക്ക്. ഓക്കെ, അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വലിയ അവിടെ കറക്റ്റ് 1.8 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് കഞ്ഞി റൈസാണ്. അത് കഞ്ഞി എന്ന് പറഞ്ഞാൽ പോരെ, അതിലിട്ടിരിക്കണം ബാക്കി പറഞ്ഞു, അത്ര തന്നെ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 27.12 പൈസയാണ്. അപ്പോൾ പോകുന്ന അങ്ങനെ 3 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് സൂപ്പർ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കുമാർ കഫേയിൽ. അക്സെപ്റ്റ് ഓർഡർ കോഡ്. റീച്ച് ലൊക്കേഷൻ റെഡി ആയത് നോട്ട്. റെഡി ആയില്ല, 1 മിനിറ്റ് ആവും. 1 മിനിറ്റ് അല്ല, 10 മിനിറ്റ് ആവും. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാൽക്കുളങ്ങര. ഇവിടെ കറക്റ്റ് 2.7 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പം 8:53, 9 ആവാറായി. മൊത്തം 4 ഓർഡർ ആയുള്ളൂ. കടൽക്കാറ്റിൻ്റെ മണം കേട്ടോ. എവിടെ നിന്ന് അടിക്കുന്നത്? മിക്കവാറും മഴ കാണും, അതായിരിക്കും. രാത്രിയൊക്കെ നല്ല മഴയായിരിക്കും. ഹൗസ് നമ്പർ 93A ആണ്. 93A എവിടെ വരും? ഇവിടെ തന്നെ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 61 രൂപ 39 പൈസയാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈഞ്ചക്കല്ലേ. എവിടെ അത്? ഈഞ്ചക്കലായിട്ട് വരും. അപ്പോൾ സർജ് ഓഫായി. കുറച്ചും സർജ് ഉണ്ടായിരുന്നു മഴയ്ക്കുള്ളത്. എവിടെ ചെറിയ മഴ പെയ്തിരിക്കുന്നത്. ശരി, മഴ പെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ഇനി 1 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂർ 3 ഓർഡറും 3 സർജും കെട്ടിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെ. നോക്കാം. സംഭവം കട്ട പോസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഓർഡർ അടിക്കണില്ല, എനിക്ക് മതിയായി. എവിടെ പോയി നിന്നാലും ഇതേ തന്നെ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? വീട്ടിൽ പോകണോ നിൽക്കണോ? മണി ഇപ്പോൾ 9:38 9:50 വരെ സമയമുണ്ട്. അത് കഴിഞ്ഞ് ഓഫ്ലൈനിലാവാൻ കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യാൻ? സത്യം പറയുന്നത് വ്ളോഗിങ് ഇൻട്രസ്റ്റിൽ ഇറങ്ങാൻ ഇൻട്രസ്റ്റിലായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഓർഡർ കുറവ്. അപ്പം നല്ലപോലെ ഓർഡർ ഉണ്ടെങ്കിലേ വ്ളോഗ് നല്ലപോലെ കണ്ടന്റ് കിട്ടുള്ളൂ. എൻ്റെ അമ്മോ, എന്തോന്ന് ഇവിടെ വന്നിട്ട് 15 മിനിറ്റായി. എവിടെ സംസം പാളയത്ത്. ഇവിടെയും ഓർഡർ അടിക്കണില്ല. ഇപ്പോൾ എവിടെ പോയി നിൽക്കുക മനസ്സിലാവണില്ല. വെറുപ്പീര്, ടോട്ടൽ വെറുപ്പീര്. പോ ഇതിപ്പോൾ എങ്ങോട്ട് പോവാൻ ഓർഡർ അടിക്കാൻ? ട്രിവാൻഡ്രത്തിന് പോകാൻ സ്ഥലം ബാക്കിയില്ല, ആ ലെവലിലായി. ഇപ്പം എന്ത് ചെയ്യാൻ? വീട്ടിൽ പോകണം, എന്ത് ചെയ്യാൻ? നിൽക്കണോ വേണ്ട? എനിക്ക് മനസ്സിലാവണം എന്ത് ചെയ്യാന്നുള്ളത്. ഒരു കാര്യം, ഒരു 10 മണി നിന്ന് നോക്കാം അല്ലേ. എൻ്റെ അമ്മോ, ഓർഡർ അടിച്ച് അതെങ്ങനെ അടിച്ചെന്ന് പറഞ്ഞുതരാം. അക്സെപ്റ്റ് ഓർഡർ കൊടു. സംഭവം ഇതിന് മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, ആരോ മാർക്ക്. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു കട്ട വെയിറ്റിങ്ങോ അതെങ്കിൽ ലോങ് പിക്കപ്പ് ഓർഡറൊക്കെ ചിലപ്പോൾ അടിച്ചു തരും. തൊട്ടടുത്തിന് ഹോട്ടൽ താജ് പാളയത്ത്. അപ്പോൾ അങ്ങോട്ട് പോകാം. കമൺ ക്വിക്ക്. ജീവിതത്തിൽ അങ്ങനെ പോസ്റ്റ് ആയിട്ടില്ല. അതായത് ഒരു സ്ഥലത്ത് മാത്രം പോസ്റ്റ് ആയി കുഴപ്പമില്ല, പല സ്ഥലങ്ങളിൽ പോസ്റ്റ് ആയിട്ട് ഓർഡർ കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞ് 5 കിലോമീറ്റർ കളഞ്ഞ് പെട്രോളും പോയി.
എന്ത് ചെയ്യാനല്ലേ, എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുമല്ലോ, ഓരോ ദിവസം ഓരോ കണക്കുകൾ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഹോട്ടൽ താജ്. റെഡിയായെന്ന് നോക്കട്ടെ. ചുമ്മാ അല്ലേ ഈ ഓർഡർ അടിച്ചത് എനിക്ക്. 11 മിനിറ്റ് പറയുമ്പോൾ ഒരു അരമണിക്കൂറാവും മിക്കവാറും ഓർഡർ കിട്ടാനായിട്ട്. ഇപ്പോൾ എന്ത് ചെയ്യാം, ശരി വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ഓർഡർ എടുത്ത് കൊടുത്ത് നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഇൻസെൻറ്റീവ് അടിക്കേണ്ടേ 60 രൂപ അതിന് വേണ്ടിയിട്ട്. അയ്യോ മഴ 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 കൂട്ട മഴ പെയ്യുന്നു. ബാഗ് അടച്ചോ? നോക്ക് ബാഗ് അടച്ചിരിക്കണത് കുഴപ്പമില്ല. ബാ അങ്ങോട്ട് ഒതുങ്ങിക്കാം. പൊട്ടിക്കുട്ട ബാ, അങ്ങോട്ട് മാറുന്നില്ല, ഭയങ്കര മഴ. അങ്ങോട്ട് ഒതുങ്ങി നിൽക്കാം. ബാ. ഓ, ഒരു ചെറിയ മഴയാണ്, എപ്പോൾ വിടും, വിഷയമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ സബ്സ്ക്രൈബർ ഗൗതമാണ്. നല്ല കമ്പനിയാട്ടോ പുള്ളി. ഇപ്പം അല്ലേ വന്ന് കണ്ട് മിണ്ടിയപ്പോൾ തന്നെ മുട്ട ഫ്രണ്ട്ഷിപ്പായി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണണം കേട്ടോ. എന്തോ അതെ ഞാനിങ്ങനെ നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങൾ തന്നെ ഞാൻ മനസ്സിലായ ഞാൻ വ്ളോഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് എനിക്ക് ഒരു ടച്ച് കിട്ടി ഇത്രയും. അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം മഴ സമയത്തൊക്കെ കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ LPG കട്ടാക്കി നിൽക്കണം. അത്ര ഉള്ളത്. സംഭവം റെഡി വന്നിട്ടാ. പിക്കപ്പ് ലേറ്റായി പോയി, കുഴപ്പമില്ല. നമ്മൾ ആ പയ്യനെ കണ്ടപ്പോൾ കുറേ കാര്യം സംസാരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുമല്ലോ, ആ ഒരു കൺക്ലൂഷൻ ചെയ്യണ്ടേ ആ ഒരു മീറ്റിംഗ് അല്ലേ. 0272. ഓക്കെ, അങ്ങനെ ലാസ്റ്റത്തെ ഓർഡർ പിക്ക്ഡ്. 10:30 മണിയാവാറായി. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, പോകുന്ന വഴിക്ക് തന്നെ. സൂപ്പർ കേട്ടോ. ഇങ്ങനെയൊക്കെ ഓർഡർ അടിച്ച് കൊള്ളായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഓർഡർ അല്ലേ. അപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ഒരു 4 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കാം. കൊണ്ടുപോകുന്ന ഐറ്റം നോക്കിയില്ല എന്താണെന്നുള്ളത്. ശരി, നോക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട. അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോകും. അതിന് മുമ്പായിട്ട് സാധനം വാങ്ങിയാണ്ട് 1 കിലോ സവാള, 3 പാല്. അതെന്തായാലും പോകുന്ന വഴിക്ക് വാങ്ങിച്ചേക്കാം. വേറെ വിഷയമില്ല. കമോൺ ക്വിക്ക്. ഈ ഇടയ്ക്ക് തഗ് ലൈഫ് സിനിമ ഉണ്ടായിരുന്നു. പടം എന്ത് പറയാൻ, നല്ല എടുക്കേണ്ട പടത്തിനെ കൊണ്ട് ഇങ്ങനെ ഇല്ലാതൊക്കെ ചെയ്യുകയാണ്. എന്തായാലും പടം കണ്ട് കുഴപ്പമില്ല. തിയേറ്ററിൽ പോയി കാണാത്ത ഭാഗ്യം. തിയേറ്ററിൽ പോയി കണ്ടെങ്കിൽ എൻ്റെ പൈസ പോയാൽ. ജിങ്ക് ജാ ജിങ്ക് ജിങ്ക് ജാ ജിങ്ക് ജാ ജിങ്ക് ജിങ്ക് ജാ. 3 പാലേ മിൽമ, 3 പാൽ. ഓക്കെ, പിക്ഡ്. ഇപ്പുറത്തെ മാറ്റി പോയി ചൂടുള്ള ഐറ്റം അകത്തുകൊണ്ട് ഒരു പാർസൽ. അപ്പുറത്ത് പോയി സാധനം വാങ്ങണമല്ലോ. ഒരു വെയിറ്റ്. സവാള വാങ്ങിച്ചില്ല. 1 കിലോ സവാള മാത്രമേ. ഓക്കെ എന്നാൽ ഓക്കെ. അപ്പോൾ 1 കിലോ സവാള വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വേറെ വാങ്ങാനൊന്നുമില്ല. എൻ്റെ കമോൺ ക്വിക്ക്. കസ്റ്റമറോട് വിശന്നിരിക്കണമായിരിക്കും, പെട്ടെന്ന് ആഹാരം കൊടുക്കണം. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ ഏത് വീടാണ് പറഞ്ഞത് നോക്കട്ടെ ഒരു മിനിറ്റ്. ഇവിടെ അവിടെയാണോ? ഓക്കെ, ശരിയാണ്. ഓക്കെ, ഓർഡർ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 62 രൂപ 66 പൈസയാണ്. അപ്പോൾ ലാസ്റ്റ് ഓർഡർ കൊടുത്ത് കഴിഞ്ഞ് ഇൻസെൻറ്റീവ് അടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ വിഷയമൊന്നുമില്ല. നേരെ വീട്ടിൽ പോയി നല്ല ആഹാരം കഴിക്കുക, കുറച്ച് TV കാണുക. ഇവിടെ നല്ല ഹോൺ അടിച്ച് കയറണം, കയറ്റവും വളവുമാണ്. ഓക്കെ, നമ്മ വീട്ടിലേക്ക് വന്നാച്ചു. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് പൂരി ആൻഡ് എന്തോന്നാണ് ഇത്, വെജ് കറി. ഇപ്പോൾ കഴിക്കാന്നാ. കമോൺ ഗൈസ്. ഓക്കെ, നല്ല വിശപ്പുണ്ട് എന്ന് പറയാൻ പറ്റില്ല, വിശപ്പേ ഇല്ല. എന്തുവാ അവിടെ? ചൂടായിപ്പോയി. നേരത്തെ പറഞ്ഞാൽ വേണ്ടി കഴിക്കാൻ. നമ്മളൊരു 11 മണിയാവില്ലേ, ഓട്ടവും ഇല്ല, എല്ലാം ആക്കിയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ വേറെ കാണിക്കാനില്ല. ഓട്ടം കുറവ്, വെറും നഷ്ടം. അപ്പോൾ അടുത്ത സൊമാറ്റോ വ്ളോഗിൽ നമ്മൾ അടിച്ച് പൊളിക്കാം. നല്ല ഏണിങ്സും നല്ല കണ്ടന്റും ആയിട്ട്. ഓക്കെ, ഇതിൽ ചെറിയ കുറവ് കാണും, ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും വെയിറ്റ്. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ LPG കട്ടയ്ക്ക് നിൽക്കണം.